ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി നോക്കിയയുടെ 3310 എന്ന് പറയുന്ന ഫോൺ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നോക്കിയ വിപണിയിൽ സജീവമായിരുന്ന സമയത്ത് നോക്കിയയുടെ ഏറ്റവും വില കുറവിൽ ലഭിച്ചിരുന്ന ഒരു ഫോണായിരുന്നു 3310 എന്ന് പറയുന്ന ഫോൺ. അന്ന് ഈ ഫോൺ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നോക്കിയയ്ക്ക് എങ്ങനെ മാർക്കറ്റ് നഷ്ടമായോ അതേപോലെ ഈ ഫോണുകളെല്ലാം തന്നെ നമ്മളുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ നോക്കിയയുടെ തിരിച്ചുവരവോടുകൂടി ഇതേപോലെയുള്ള പല ഫോണുകൾ ഇനിയും നോക്കിയ വീണ്ടും തിരിച്ച് വിപണിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫോണ് വീണ്ടും തിരിച്ച് വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ തിരിച്ചുവരവിൽ കാലത്തിനനുസരിച്ച് കോലം മാറിയാണ് നമുക്ക് നോക്കിയ 3310 എന്ന് പറയുന്ന ഫോൺ ലഭിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ 3500 തൊട്ട് 4000 രൂപ വരെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് 3310 എന്ന് പറയുന്ന പഴയ ഫോണിൽ ഉണ്ടായിരുന്ന സ്നേക്ക് ഗെയിം ഈ ഫോണിലൂടെ വീണ്ടും തിരിച്ചു വരികയാണ്. ഈ സ്നേക്ക് ഗെയിമിൻ്റെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ആ സമയത്ത്. അവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും ഈ ഫോണിലൂടെ ആ ഗെയിം കളിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ പഴയ ആ സെയിം ഗെയിം തന്നെ നമുക്ക് ലഭിക്കത്തില്ല. ചില മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ഫോണിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കും ഈ ഗെയിം നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത്. പല ഡിഫറെൻറ്റ് കളറുകളിൽ നിങ്ങൾക്ക് ഈ ഫോൺ ലഭിക്കും. ഏകദേശം 4ഓളം കളറുകളിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. ഗ്ലോബലി ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ത്യയിലും ഈ ഫോൺ വാങ്ങാൻ സാധിക്കും. ഇതിൽ ലഭിക്കുന്ന ഡിസ്പ്ലേ 2.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും. അതേപോലെ തന്നെ 1200 mAh റിമൂവബിൾ ബാറ്ററി ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കാൻ പോകുന്നത്. സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റേണൽ മെമ്മറി 16 MB ഇന്റേണൽ മെമ്മറി ലഭിക്കും. മൈക്രോ SD സ്ലോട്ട് ഉണ്ട് ഇതിൽ. അതിലൂടെ നിങ്ങൾക്ക് 32 GB വരെ മെമ്മറി കാർഡ് ഉപയോഗിച്ച് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ക്യാമറ 2 MP ക്യാമറയാണ്. അതിനോടൊപ്പം തന്നെ LED ഫ്ലാഷും ലഭിക്കും. 2G നെറ്റ്വർക്ക് സപ്പോർട്ടഡ് ആയിരിക്കും ഈ ഫോൺ. സാധാരണ ഫോണുകളിൽ കാണുന്ന പോലെ FM റേഡിയോ, MP3 പ്ലെയർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് USB, മൈക്രോ USB 2.0 കണക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നിങ്ങൾക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. ലോഞ്ച് ചെയ്തപ്പോഴുള്ള ഇതിന്റെ വില വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3500 തൊട്ട് 4000 രൂപ വരെ ആയിരിക്കും ഇതിന്റെ വില. എന്നാൽ ഇത് ഇന്ത്യയിൽ ഇവർ വിപണിയിൽ എത്തുമ്പോൾ ഇതിന് എത്ര രൂപയ്ക്ക് ഇവർ കൊടുക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏകദേശം എന്നാലും 3500നും 4000നും ഇടയിലുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഫോൺ ലഭിക്കാനാണ് സാധ്യത. പഴയ 3310 ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയാണ്. പഴയ 3310 പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങളുടെ കൈകളിലും എത്തുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിലൂടെ ഇങ്ങനെ ഒരു ഫോൺ ലോഞ്ച് ചെയ്തു എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.